ഹലോ, ഇന്ന് ഞങ്ങളുടെ ആരുമോൾക്ക് കാതുകുത്താണ്. ഞങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്ത് ഇന്നാണ് കുഞ്ഞിനെ കാതുകുത്തുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കാതുകുത്തുന്നത്. വീടിനടുത്ത് തന്നെയുള്ള MTMM ഹോസ്പിറ്റൽ ഭരണിക്കാവിലാണ് കാതുകുത്തിയത്. ഞങ്ങളവിടുത്തെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ENTയിൽ കാതുകുത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഡോക്ടർ ഗാദ മേഡത്തെയാണ് ഞങ്ങൾ കണ്ടത്. ഗാദ മേഡം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ നേഴ്സും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കുഞ്ഞിനെ ഒത്തിരി കളിപ്പിച്ചിട്ടാണ് കാതുകുത്തിയത്. കുഞ്ഞ് ആദ്യമേ നല്ല നിർബന്ധമായിരുന്നു. ഡോക്ടർക്ക് ആ 2 സൈഡും മാർക്ക് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വേണമെന്നുള്ളത്. പക്ഷേ കുഞ്ഞ് നല്ല നിർബന്ധമായിരുന്നു. അപ്പോൾ ഒരു ഓയിൽമെൻറ്റ് അവർ തേക്കുന്നുണ്ടായിരുന്നു. അത് കുഞ്ഞിനെ കുറച്ചൊന്ന് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കാത് കുത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് കാത് കുത്താനായിട്ട് അങ്ങനെ പ്രത്യേക ഏജൊന്നുമില്ല. 6 മാസം കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാത് കുത്താം. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൺ ഷൂട്ട് എന്തായാലും ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കൈ ഒതുക്കിയൊക്കെ വെച്ചിരുന്നത്, അതുകൊണ്ട് കുഞ്ഞ് നല്ല നിർബന്ധമായിരുന്നു. അല്ലാതെ കാത് കുത്തുമ്പോൾ കുഞ്ഞിന് പെയിനിലോടുള്ള ഒരു കരച്ചിലല്ലായിരുന്നു. ഈ കൈയും മുഖവും ഒക്കെ ഒതുക്കി പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന്. ഞങ്ങൾ കുറേ കളിപ്പിച്ച് ചിരിപ്പിച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. ഡോക്ടറും അതുപോലെ നേഴ്സും ഒക്കെ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞിനോട് ഇടപെടുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് ആ ഒരു കൈയൊക്കെ ഒതുക്കി പിടിച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് കാത് കുത്തി. കുഞ്ഞിന് നല്ല കരച്ചിലുണ്ടായിരുന്നു. കരയുന്ന കണ്ടപ്പോൾ കുറച്ച് വിഷമമായി. പക്ഷേ കുഞ്ഞിന് നല്ലൊരു കമ്മലിട്ട് നല്ല സുന്ദരിയാവുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മൾ കമ്മലിടണം. പിന്നെ കുറച്ച് നേരത്തെ ആവുമ്പം കുഞ്ഞിനൊരു കുരുത്തക്കേടൊക്കെ വരുമ്പോഴത്തേക്ക് അത് വലിച്ച് പറിക്കാതെയൊക്കെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാത് കുത്തിയത്. ഒരു സൈഡ് കാത് കുത്തിയപ്പോഴായിരുന്നു നല്ല കരച്ചിൽ. മറ്റേ സൈഡായപ്പോഴത്തേക്കും ഞങ്ങൾ കാർട്ടൂണിലെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്ന് അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കാതിൻ്റെ ആ ഒരു തട്ട് കട്ടിയാവുന്നതിന് മുന്നേ കാത് കുത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെയിനാവും. പിന്നെ ആൾ ഉഷാറായി. രണ്ടാമത്തെ കാത് കുത്തിയപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല, ഉഷാറായി. ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഒരാഴ്ച വരെ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കണം. കുഞ്ഞുറങ്ങുന്ന സമയത്ത് 2 സൈഡും ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ കുട്ടി സുന്ദരി കുട്ടിയായിട്ട് അടങ്ങിയിരുന്നു. ഇപ്പോൾ ഇത്രയുള്ള ബൈ.